சின்னம்மா வந்துட்டேன். கொஞ்சம் தண்ணி கொடு. டா தண்ணி. நீங்க அபியை பார்த்தீங்களா? ம் அப்பா அவனுக்கு காசு ஏதாவது கொடுத்துருக்கா? என்கிட்ட காசு ஒன்றும் இல்லைம்மா. அவள் ஏதாவது சாப்பிட்டியா? அவன் ஒன்றுமே சாப்பிடாம தான் போயிருக்கேன். என்னமோ தெரியலடி, அவன் போகும்போதும் மனசில் ஒரு வேதனை. அவன் என்கிட்ட கேட்டேன், அப்பா காசு ஏதாவது இருக்கான்னு. என்கிட்ட இது அடி இருக்கு. ആ അബി സക്കാവേ നിന്നെ വിളിക്കണമെന്ന് കരുതിയിരുന്നതാ. നമ്മുടെ ലൈബ്രറിയെക്കുറിച്ച് കഴിഞ്ഞ മീറ്റിങ്ങിൽ നല്ല രീതിയിൽ സംസാരം ഉണ്ടായിരുന്നു. നല്ല അഭിപ്രായമാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഒരു എമൗണ്ട് കുറഞ്ഞുള്ള എസ്റ്റിമേറ്റ് അബി തയ്യാറാക്കണം. സഖാവേ അതെല്ലാം ഞാൻ എൻക്വയറി പണിയിടാം. നമുക്ക് ചെറുതായിട്ട് തുടങ്ങാം. ലൈബ്രറിക്ക് ബുക്ക് വാങ്ങുമ്പോൾ വലിയ ഡിസ്കൗണ്ട് കിടക്കും. சரி, അപ്പോൾ നീ വീട്ടിലേക്കാണോ? அல்ல சகாவே, நாளை வந்து காலேஜ் ஓப்பனிங். அங்கே ஹாஸ்டல் எல்லாம் நிறைய வேலை. ஃப்ரெண்ட்ஸ் எல்லாம் கூப்பிட்டே இருக்கு. புதுசாக ஸ்டூடெண்ட்ஸ் வருதல்ல. வர சகாவே. ഓ ശരി. ചേട്ടാ, എറണാകുളത്തേക്കാണ് ഞാനും വന്നോട്ടെ. ഞാൻ മഹാരാജാസ് കോളേജിലെ സ്റ്റുഡൻറ്റാ. ഇന്നിപ്പോൾ ഈ വഴി ബസ്സും വന്നില്ല. അതാണ് റോഡിൽ അടുക്കുന്നത് കൈ കാണിക്കണേ. സോറി ചേട്ടാ. ആ കേറ്. എന്താ അതിന്റെ പേര്? അഭിമന്യു. അഭിമന്യു, ഈ ബ്രേക്ക് എന്ന് പറയുന്ന സാധനത്തില വണ്ടിയുടെ എല്ലാം നിൽപ്പ്. അങ്ങനെയാ അതിന്റെ കിടപ്പ്. അതൊന്ന് ചവിട്ടിയിട്ട് കിട്ടിയില്ലെങ്കിലേ അഭിമന്യു എന്നല്ല, പടച്ച തമ്പുരാനായാലും മയ്യത്തായി പോകും. അറിയാമോ? ഞാൻ പിന്നെ അത്യാവശ്യം കോളേജിൽ എത്തണോണ്ടാ. എന്താണോ ഇത്ര അത്യാവശ്യം? നാളെ കോളേജിൽ ഓപ്പണിംഗ് ഡേയാ. പുതിയ കുട്ടികളൊക്കെ വരുന്ന ദിവസം. അതുകൊണ്ട് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടത്തണം. പുതിയ പിള്ളേരെ കാണാം. എന്തൊക്കെ എന്തുപറ്റിക്ക? അടച്ചോനെ, എന്തുപറ്റിക്ക? ടയർ പഞ്ചറായി. വാ, എന്തെങ്കിലും നോക്കാം. പണി പറ്റിച്ചല്ലോ മോനെ. ഇക്ക സ്റ്റെപ്പിനില്ലേ? സ്റ്റെപ്പിനെയൊക്കെ ഉണ്ട്. ഇനി ഇതിട്ട് തിരിച്ച് മറിച്ച് അഴിച്ച്. എന്ത് പാട് ഇക്ക. വീൽ സ്പെയറും ജാക്കിങ് എടുത്തേ നമുക്ക് ശരിയാക്കത്. നീ വർക്ക്ഷോപ്പിലായിരുന്ന പണ്ട്? ഇവിടെ എങ്ങോട്ടൊക്കെ കിടപ്പുണ്ടായിരുന്നു, നോക്കട്ടെ. ഇവനാണ് കൊള്ളാല്ല. നിനക്ക് ഈ വണ്ടിയുടെ കിസ്മത്ത് പണിയൊക്കെ അറിയാല്ലേ? ഇത് ഡ്രൈവിംഗ് അറിഞ്ഞിട്ടൊന്നല്ല മുസ്തഫക്ക. ഞാനിടയ്ക്ക് ബ്രിട്ടോസക്കാവിന്റെ അംബാസഡറിൽ പോകാറുണ്ട്. അതെപ്പോഴും പഞ്ചറാ. അതേതായാലും നന്നായി. ബ്രിട്ടോ സഖാവിനെ കൊണ്ട് ഇപ്പൊ എനിക്കൊരു ഉപകാരം കിട്ടിയല്ലോ. അങ്ങനെ കേറ്. ഇന്ന് നിനക്ക് വയറ് നിറച്ച് എന്താ വേണ്ടെന്ന് ചെറ്റ. അയ്യോ മുസ്തഫക്ക, ഇന്ന് എനിക്കൊന്നും വേണ്ട. പക്ഷെ ഒരു ദിവസം ഞാൻ ഇക്കാന്റെ വീട്ടിൽ വരും. അന്ന് ഇത്ത ഉണ്ടാക്കുന്ന മധുര പലഹാരവും ബിരിയാണിയും ഒക്കെ തരും. തകർക്കാൻ നോക്കും ഒരു ദിവസം. വാ കേറ്. അങ്ങനെ വണ്ടി ശരിയായി. പോകാം. ഇക്ക ഞാനവിടെ ഇറങ്ങിക്കോട്ടെ? നന്നായി പഠിക്കണം കേട്ടാ. മനസ്സിൽ ആഗ്രഹം പോലെ നീ ഒരു ശാസ്ത്രജ്ഞനാകണം. ഉറപ്പായി. എന്നിട്ട് ഈ നാടിനും സമൂഹത്തിനും ഒക്കെ വേണ്ടി പ്രവർത്തിക്കണം കേട്ടാ. മിടുക്കനായി പഠിക്കണം കേട്ടാ.
എന്റെ വീട്ടിലേക്ക് വരണം. വരും. വരണം. എന്തായാലും ഉറപ്പായും വരണം. ഉറപ്പായും. കേട്ടാ? പോട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ. കാണാം. சின்னம்மோ என்ன அது தூங்கிடாமே ஏன் எப்படி மேலே பார்த்துட்டே இருக்கே? தூக்கம் வரலடி. என்னாச்சு? என்னமோ உள்ளால ஒரு பயம் மாதிரி. நீங்க சும்மா சந்தேகப்படாத தூங்கிடுங்க. சின்னம்மோ எப்பவடி இந்த ஒத்த முறை விட்டு நம்ம ஒரு நல்ல வீடு வைக்கும்? என்ன இது? நீங்க அது இதும் பேசாத தூங்கிடுங்க. நமக்கு 2 ஆங்குழந்தைகள் இருக்கதில்லே, அவங்க எல்லாம் பார்த்துடுவாங்க. நீங்க கவலைப்படாமே. அவன் படித்து பெரிய ஆளாயிடுவான். அப்போ நம்ம கஷ்டம் எல்லாம் போயிடும். கடவுளே. ஆண்டவா. എന്താണ് നിങ്ങൾക്ക് ഇവിടെ കാര്യം? ഇത് SFI ബുക്ക് ചെയ്ത ചുമരല്ലേ? ഇത് വർഗീയത എഴുതി വെക്കുള്ള ചുമരാടാ. എഴുതിയ നീയൊക്കെ എന്ത് ചെയ്യടാ? അർജുന നോക്കടാ. അടിക്കടാ. പെട്ടെന്ന് ഹോസ്റ്റലിലേക്ക് വിളിക്കടാ. എല്ലാവരും വരാൻ പറ. എടാ അബി, നിങ്ങൾ എവിടെയാ? എളുപ്പം ഗേറ്റിൻ്റെ അടുത്തേക്ക് വാ. ഇവിടെ നമ്മൾ ബുക്ക് ചെയ്ത സ്ഥലത്ത് അവന്മാർ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാടാ. എന്താടാ പറ്റി? നോക്കടാ, നമ്മൾ ബുക്ക് ചെയ്ത സ്ഥലത്ത് അവന്മാർ അവനൊന്നും കൊടുത്ത് പോരടാ. മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണ് ചെയ്യുന്നത്.
அம்மோ என்ன என்னாச்சு? சீக்கிரம் போய் கதவு தரா. அபி வந்திருக்கு. அபியா? இப்பவா? ஆமாடி, அவ அப்பா அப்பான்னு கூப்பிட்டேன். போய் சீக்கிரம் கதவு தரா. ஓ, என்ன அங்கே சொல்லுறது? அங்கே யாருமே இல்லை. நீங்கள் எப்போவுமே அபியத்தான் நினச்சிட்டு இருக்கேன். அதுதான் இப்படியெல்லாம். இல்லம்மா, அவ அப்பா அப்பான்னு கூப்பிட்டேன். நீங்கள் தூங்கிடுங்க.